dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ 2021 ഡിഗ്രി അഡ്മിഷന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി അവർ ആ കിട്ടിയ അലോട്ട്മെന്റിൽ ഹാപ്പി ആണെങ്കിൽ, തൃപ്തരാണെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യണം, ഇനി അല്ല എങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഒരു അലോട്ട്മെന്റും കിട്ടാത്തവർ എന്ത് ചെയ്യണം, അങ്ങനെ എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്, ഈ അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ദീസ് വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഇൻ യുവർ വാട്സപ്പ് ഗ്രൂപ്പ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 13/9/2021 ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ്. സോ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും ഓരോ കാറ്റഗറി ആളുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്, അതായത് പ്രസ് റിലീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് കാണാം. അപ്പോൾ 2021-22 വർഷത്തേക്കുള്ള ഡിഗ്രി അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. 17/9/2021 17-ാം തീയതി സെപ്റ്റംബർ 17 വൈകിട്ട് 5 മണിക്കുള്ളിൽ മാൻഡേറ്ററി ഫീ അടച്ച് കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാ വിദ്യാർത്ഥികളും അല്ല കേട്ടോ, അത് ഏത് കാറ്റഗറിയാന്നൊക്കെ പറഞ്ഞുതരാം. അലോട്ട്മെന്റ് ലഭിച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മാൻഡേറ്ററി ഫീ അടയ്ക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 17 ആണ്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചു എന്ന് കണ്ട ഉടനെ മാൻഡേറ്ററി ഫീ അടയ്ക്കാം. ഓക്കെ, അപ്പോൾ ആരായി മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത്? അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരും തന്നെ മാൻഡേറ്ററി ഫീ അടക്കണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിലും മാൻഡേറ്ററി ഫീ അടയ്ക്കണം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും അടയ്ക്കേണ്ട കാര്യമില്ല. ഈ മാൻഡേറ്ററി ഫീ എന്ന് പറയുന്നത് നിങ്ങളുടെ ത്രൂ ഔട്ട് ദ അഡ്മിഷൻ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാൻഡേറ്ററി ഫീ അടച്ചിട്ടുള്ളവർ സെക്കൻഡ് അലോട്ട്മെന്റിൽ വീണ്ടും അടയ്ക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാൻഡേറ്ററി ഫീ അടയ്ക്കണം. നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിലും മാൻഡേറ്ററി ഫീ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എത്രയാണ് ഇനി ഫീ എന്നുള്ളത്? SC, ST, OEC കാൻഡിഡേറ്റ്സിന് 115 റുപ്പീസ് ആണ് മാൻഡേറ്ററി ഫീ വരുന്നത്. മറ്റുള്ളവർക്ക് ജനറൽ കാൻഡിഡേറ്റ്സിന് 480 റുപ്പീസ് ആണ് മാൻഡേറ്ററി ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടാണോ സ്ഥിരമായിട്ടാണോ അലോട്ട്മെന്റ് വേണ്ടത്, അഡ്മിഷൻ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ കിട്ടിയ അലോട്ട്മെന്റിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു 5th ഓപ്ഷൻ കിട്ടി, മതി, ഓക്കെ 5th ഓപ്ഷൻ ഈസ് ഗുഡ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജാണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സാണ്, ആ ഒരു ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥി ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം, സ്ഥിര അഡ്മിഷൻ എടുക്കണം. അപ്പോൾ മാൻഡേറ്ററി ഫീ അടയ്ക്കുന്നു, നിങ്ങൾ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ കോളേജിനെ ബന്ധപ്പെട്ടിട്ട് അവിടെ ആവശ്യമായ ഡോക്യുമെന്റ്സ് എത്തിച്ചു കൊടുക്കണം. കോളേജിലേക്കുള്ള സെപ്പറേറ്റ് ഫീസ് ഉണ്ട്, അത് അടയ്ക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് 2 രീതിയിൽ ഫീ അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അവിടെ എത്തിക്കാൻ, അഡ്മിഷൻ എടുക്കാൻ 2 രീതിയുണ്ട്. ഓഫ്ലൈൻ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും പോയി അവിടെ അഡ്മിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് അയക്കേണ്ടത്, എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ആ കോളേജിനെ ബന്ധപ്പെടുക. അപ്പോൾ കോളേജിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഇനി ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കാം, പിന്നെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾ മാറുന്നതായിരിക്കും അടുത്ത അലോട്ട്മെന്റ്സിൽ. ഇപ്പോൾ നിങ്ങൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിൽ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉറപ്പില്ല, വേറെ ഓപ്ഷൻ ആവും, ഹയർ ഓപ്ഷനിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല വൈസ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് ഇതിൽ മതിയോ, ഇനി ഹയറിലേക്ക് പോകണോ എന്നുള്ള ഡിസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഇപ്പോഴത്തെ അഡ്മിഷൻ മതിയെങ്കിൽ, ഇപ്പോഴത്തെ അലോട്ട്മെന്റ് മതിയെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. അത് പോരാ എങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾ മാറുന്നതായിരിക്കും. എനിവേ മാൻഡേറ്ററി ഫീ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി. പിന്നെ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നവർ കോളേജിലെ ഫീസും കൂടി അടയ്ക്കുക. പിന്നെ ഡോക്യുമെന്റ്സ് കോളേജിൽ സബ്മിറ്റ് ചെയ്യാം. ഡോക്യുമെന്റ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഹാജരായിട്ട് കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം തന്നെ അനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക.
ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾ കോളേജിനെ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എത്രയാണ് ഫീ ഞാൻ അടയ്ക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കോളേജിനോട് ചോദിച്ചറിഞ്ഞ് അത് അതേപോലെ ചെയ്യാം. ഇനി അപ്പോൾ ഇതിനൊക്കെ വരുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 17th ആണ്. അത് ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 17th ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കണം. പിന്നെ അപേക്ഷയിൽ ഇനി ബാക്കിയുള്ളവർക്ക് അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റിംഗ് സൗകര്യം, എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറ്റാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സമയം തന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. സെപ്റ്റംബർ 15th സെപ്റ്റംബർ 16th ഈ 2 ഡേറ്റ്സിന് വൈകിട്ട് 16th സെപ്റ്റംബർ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു കോപ്പി, ഒരു PDF ഫോർമാറ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കാരണം അഡ്മിഷൻ സമയത്ത് അത് നിങ്ങൾക്ക് വീണ്ടും ആവശ്യമായിട്ട് വരും. അപ്പം ഇതൊക്കെയാണ് ഇപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സ്ഥിതിക്ക് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പം എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനിവേ മാൻഡേറ്ററി ഫീ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി. ആദ്യമായിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്, ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ് ഓർ എനിത്തിങ്, ആ ഒരു ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റിൽ ഹാപ്പി ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക, അല്ല എങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസിലേക്ക് പോവാതിരിക്കാം. അത് ഡിപ്പെൻഡ് അപ്പോൺ യുവർ ചാൻസസ്. ഓക്കെ. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി വേറൊരു ഓപ്ഷനിലേക്ക് പോവും, ഹയർ ഓപ്ഷനിലേക്ക് പോവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഒരു ടെമ്പററി അഡ്മിഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പുതിയ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും 2 മോഡിലും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റോ ഓപ്ഷൻ ഡിലീഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. എഡിറ്റ് ചെയ്യാം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം, അത്ര തന്നെയേ ഉള്ളൂ ഇപ്പോൾ യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള പ്രൊവിഷൻ. സോ ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കട്ടെ. ഇനി മറ്റ് അലോട്ട്മെൻറ്റിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏത് അലോട്ട്മെൻറ്റ് വന്നാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ആൻഡ് സപ്പോർട്ട് ദ ചാനൽ, സബ്സ്ക്രൈബ് ദ ചാനൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.